ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വാമി ആൻഡ് മീ. അങ്ങനെ നമ്മളിത് ഡൽഹിയിലെ വീടിൻ്റെ വലിയൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നൈറ്റ് സ്റ്റേ ഡൽഹിയിലെ തന്നെ ഒരു ഹോട്ടലിലാണ് കേട്ടോ. നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മളിത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇന്നൊരു നൈറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ആണ്. പിന്നെ ഇതാ വാമിക്കുട്ടി ഇവിടുത്തെ റിമോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോണാന്ന് പറഞ്ഞ് കളിച്ചോണ്ട് നടക്കാണ് കേട്ടോ. ഇത് ഡൽഹിയാണ്. നമ്മൾ ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോവും? ഫ്ലൈറ്റിൽ കയറിയിട്ട് എങ്ങോട്ട് പോവും? മാമി സർപ്രൈസ് പൊട്ടിച്ചു. ഗൈസ്, നമ്മൾ നാളെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളതും അതുപോലെ ഏട്ടന് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളതെന്നൊന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാമിക്കുട്ടി തന്നെ ആ സർപ്രൈസ് പൊട്ടിച്ചിരിക്കുകയാണ്. ഏട്ടന് ഗോവയിലേക്കാണ് കേട്ടോ ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സോ നമ്മൾ നാളെ ഗോവയിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഞാനും വാമിക്കുട്ടിയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗോവയിലേക്ക് പോകാൻ പോകുന്നത്. ഏട്ടൻ മുമ്പ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഗോവയിലേക്കും ഹൈദരാബാദിലേക്കുമാണ് ട്രാൻസ്ഫറിന്റെ സാധ്യത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവയിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഗോവയിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ തന്നെ ഗോവയിലേക്കൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറില്ല എല്ലാവരും. അപ്പോൾ അവിടെ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ട്, അവിടെ പോകണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഗോവയിൽ തന്നെ കിട്ടി. വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ളത് കുറച്ചും കൂടെ കേരളത്തിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയല്ലോ. കാരണം ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ തന്നെ നമുക്കൊരു അത്യാവശ്യത്തിന് നാട്ടിൽ വരണമെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ 3 hours ഒക്കെ മതി. പക്ഷെ ട്രെയിനിലാണെങ്കിൽ 3 ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്നിരുന്ന് വട്ടായി പോകും കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. എന്താ പറയുക, അടങ്ങിയൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വാമിക്കുട്ടിയെ കണക്ക് എന്താ പറയുക, ഒരു 10 മിനിറ്റ് അടങ്ങി അടുത്തിരിക്കാത്ത ഒരാളെയും കൊണ്ട് നമുക്ക് ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആള് വട്ടാക്കി തരും നമ്മളെ. ഗൈസ്, നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് കേട്ടോ. ഡൽഹിയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെയും മാമിക്കുട്ടിയുടെ ഫുഡ് ട്രിപ്പൊക്കെ കണക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസമൊക്കെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫുഡ് എക്സ്പ്ലോറിംഗ് ആയിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നാട്ടിലെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് കരച്ചില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതേ ഒരു കേരള റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ച് വന്നതാണ് കേട്ടോ. മാമിക്കുട്ടി ഞാൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഒട്ടും മോശം വരാനില്ല, അത്യാവശ്യം നല്ല നെയ്റോസ്റ്റ് ആയിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലെ ആ ഒരു ടേസ്റ്റ് അതുപോലെ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും മാമിക്കുട്ടി നല്ലപോലെ ഫുഡ് കഴിച്ചു. കുറേ ദിവസമായിട്ട് വൃത്തിക്ക് ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അതങ്ങോട്ട് തീർന്നു കിട്ടി. ഫുഡിന്റെ കാര്യത്തിൽ ഞാനും ഏട്ടൻ തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. പുറത്തുനിന്നുള്ള ഫുഡ് അങ്ങനെ അധികം കഴിക്കാത്ത ഒരാളാണ് കേട്ടോ. ഇനിയെങ്ങാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നാൽ തന്നെ ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും കഴിച്ച് ഞാൻ ഓക്കെ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അത് ഞാനിങ്ങനെ ഓർത്ത് വെച്ചേക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ സാധനങ്ങൾ തന്നെ വീണ്ടും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എൻ്റെ വയറ് ഭയങ്കര സെൻസിറ്റീവ് ആണ് കേട്ടോ. എല്ലാവരും കൂടി ഒന്നിച്ച് പോയിട്ടായിരിക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പണിയിട്ടുന്നത് എനിക്കായിരിക്കും. പിന്നെ ഹോസ്പിറ്റലായി, ട്രിപ്പായി, വയ്യ. അതുകൊണ്ടാണ് കേട്ടോ പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ നിൽക്കാത്തത്. ഇവിടുത്തെ ഫുഡ് എന്തായാലും ഓക്കെ ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏട്ടനാണെങ്കിൽ അപ്പവും എഗ് റോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ എൻ്റെ നെയ് റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഏട്ടൻ്റെ അപ്പവും എഗ് റോസ്റ്റും ട്രൈ ചെയ്ത് നോക്കിട്ടോ. സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു സെറ്റ് അപ്പവും എഗ് റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തു. കേരള റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ എൻ്റെ വിശപ്പിളവിന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കളിയാക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നി. ഏട്ടനാണെങ്കിൽ ഒരു ലെമൺ ടീ ഓർഡർ ചെയ്തു. പക്ഷേ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ലെമൺ ടീ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ ലെമൺ ടീ അടിച്ച് മാറ്റിയിട്ട് ഏട്ടനെ കൊണ്ട് കട്ടൻ ചായ കുടിപ്പിച്ചു. ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു കറക്കവും കഴിഞ്ഞ് നമ്മളിതാ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടോ. ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. വാമിക്കുട്ടി അവിടെ ഉറങ്ങാൻ കിടന്നു, പക്ഷെ കളിയാണ് കേട്ടോ ഇപ്പോഴും. ഇനി ആളെ ഉറക്കണം എനിക്ക്. ഈ കുറുമ്പിനെ ഉറക്കി കഴിഞ്ഞ് ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും ഒരു സമയമാവും ഗൈസ്. വീട്ടിലായിരിക്കുമ്പോൾ 9:30 അല്ലെങ്കിൽ 10 o'clock ഉറങ്ങുന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തോന്നിയ സമയത്തേക്കാണ് കേട്ടോ ഉറക്കം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും വാമിക്കുട്ടിയെ ഉറക്കട്ടെ. നമ്മുടെ ബാക്കി ഗോവയിലേക്കുള്ള യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോ. ഗുഡ് നൈറ്റ് പറ.